ഹായ് നമസ്കാരം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പും അതുപോലെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളുമാണ് ഇന്നത്തെ ഓൾ ഇൻഫോവേഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ എസ് എന്നും അതല്ല ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡായ PMJY അതല്ലെങ്കിൽ RSBY കാർഡിനെ കുറിച്ചുള്ള ഏതൊരു വീഡിയോയും താഴെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്: പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ കട്ടായി പോയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. വീഡിയോയിൽ അവസാനത്തിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ആദ്യമായി നമ്മൾ നോക്കുന്നത് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നാണ്. ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആധാറിൽ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് OTP വെച്ച് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കേടുവന്നാലും ഇതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറ്റൊരു സംശയമായിരുന്നു എല്ലാവർക്കും: ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുത്ത സമയത്ത് അവർ നാട്ടിലുണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ ആ ഒരു അംഗത്തെ ആ സമയത്ത് റേഷൻ കാർഡ് ചേർത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുമോ? അതല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഭർത്ത വീട്ടിലേക്ക് കാർഡിൽ നിന്ന് റേഷൻ കാർഡിൽ നിന്ന് വെട്ടി കൊണ്ടുവന്ന ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുമോ? ഇതിൽ നമ്മൾ നോക്കേണ്ടത് ആ ഒരു റേഷൻ കാർഡിൽ അവർ നിൽക്കുന്ന റേഷൻ കാർഡിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ റേഷൻ കാർഡിലുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ്. ഉദാഹരണമായി ഭർത്താവിനോ അതല്ലെങ്കിൽ അമ്മായിമാക്കോ അതല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ആ റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ ആ റേഷൻ കാർഡിലുള്ള എല്ലാവർക്കും അതിന് അർഹതയാണ്. ആദ്യകാലങ്ങളിൽ, അതായത് 2008 RSBY കാർഡ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു കുടുംബത്തിലെ 5 പേർക്ക് മാത്രമായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. പിന്നീടത് PMJY ആയി പുനഃനാമകരണം ചെയ്യപ്പെട്ടു. അതിനുശേഷം ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് അർഹതയുണ്ട്. ഇനി പുതുതായി ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കണമെങ്കിൽ, അതായത് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടുള്ള മറ്റാർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത്, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഹോസ്പിറ്റൽ കൗണ്ടറിൽ പറഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് കാർഡ് ഉണ്ടാക്കി നൽകുന്നതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായ കേസുകളിൽ മാത്രമേ അവർ അത് ചെയ്ത് നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് പല ആളുകൾക്കും: ഞങ്ങളുടെ റേഷൻ കാർഡിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ, അതല്ലെങ്കിൽ ഞാൻ അതിന് അർഹനാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത്. അതും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ആധാർ നമ്പർ അടിച്ചു നോക്കുക. ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാർഡിലുള്ള ആർക്കും അതിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ്: ഹോസ്പിറ്റലുകൾ എത്ര എമൗണ്ട് അതിൽ നിന്ന് എടുത്തു, അതല്ലെങ്കിൽ നമുക്ക് 7,000-8,000 രൂപ മാത്രമേ അതിന് ആനുകൂല്യം ലഭിച്ചിട്ടുള്ളൂ, ഹോസ്പിറ്റലുകാർ എത്ര രൂപ അതിന് എടുത്തു എന്നുള്ള സംശയം പല ആളുകൾക്കും ഉണ്ടാകും. എന്നാൽ അത് നിലവിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പകരം ആ ഹോസ്പിറ്റൽ കൗണ്ടറുകളിലോ അതല്ലെങ്കിൽ മറ്റു ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്ന ഹോസ്പിറ്റൽ കൗണ്ടറുകളിൽ ചെന്നാൽ അവരുടെ ലോഗിനിൽ അത് കാണുന്നതാണ്. അതുപോലെ തന്നെ മറ്റു പലർക്കുമുള്ള സംശയമാണ്: 2019 പുതുക്കിയിട്ടുണ്ട് എന്നെങ്ങനെ അറിയാം? അതായത് അവർക്ക് സെപ്പറേറ്റ് കാർഡ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ 2018-ലോ 19-ലോ എങ്ങനെ പുതുക്കിയെന്നറിയാം? അതിന് സിമ്പിളാണ്. ആ ചിപ്പുള്ള കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ ബാക്കിൽ 2018 അതല്ലെങ്കിൽ 19 എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുണ്ട്. ഇനിയും ഒട്ടിച്ചിട്ടുണ്ട്, ചിലപ്പോൾ മാഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടോ ഉണ്ടാകാം. അത്തരം സംശയമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു പലർക്കുള്ള സംശയമാണ്: 2018-ലോ 19-ലോ നാട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പുതുക്കിയിട്ടില്ല, ഇനി എന്ത് ചെയ്യും? ഇത്തരക്കാർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്നാണോ വരുന്നത് അന്ന് മാത്രമേ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ കേസിലും അത് തന്നെയാണ്. എന്നാണോ ഇനി പുതിയതായി വരുന്നത് അന്ന് മാത്രമേ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ഒരു ഡീറ്റെയിലും അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റോ എവിടെയും വന്നിട്ടില്ല. അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് വരാറില്ല. ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഓൾ ഇൻഫോ വിടുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ.